രണ്ടാം കിരീടം എന്ന ലക്ഷ്യവുമായി 2024 T20 ലോകകപ്പിനെത്തിയ ഇന്ത്യൻ ടീം തകർപ്പൻ ഫോമിലാണ് ടൂർണമെന്റിൽ കളിക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ അപരാജിതരായി സൂപ്പർ 8ലേക്ക് കടന്ന ഇന്ത്യ കളിച്ച എല്ലാ മത്സരങ്ങളിലും വിജയം നേടി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. സൂപ്പർ 8ൽ അഫ്ഗാനിസ്ഥാനെയും ബംഗ്ലാദേശിനെയും കരുത്തരായ ഓസ്ട്രേലിയയുമാണ് രോഹിത്തും സംഘവും തകർത്തത്. ബാറ്റിംഗിലും ബോളിംഗിലും കിടിലൻ ഫോമിലാണെങ്കിലും ടീം ഇന്ത്യ ഒരു വലിയ മണ്ടത്തരവും ഈ ലോകകപ്പിൽ കാണിച്ചിട്ടുണ്ട്. സെമി ഫൈനലിലും ടീമിന്റെ നീക്കം പാളിയതോടെ ആരാധകർ ഒന്നടങ്കം ഇന്ത്യയുടെ ആ അബദ്ധ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കും രാഹുൽ ദ്രാവിഡിനുമെതിരെ വലിയ വിമർശനങ്ങളാണ് ക്രിക്കറ്റ് പ്രേമികൾ അഴിച്ചുവിട്ടത്. സൂപ്പർ താരം വിരാട് കോഹ്ലിയെ ഓപ്പണിംഗിൽ ഇറക്കാനുള്ള തീരുമാനം തന്നെയാണ് ഈ ലോകകപ്പിൽ ടീം ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം എന്നാണ് വിലയിരുത്തൽ. 3ാം നമ്പറിൽ മികച്ച റെക്കോർഡുള്ള കോഹ്ലി ലോകകപ്പിൽ ഓപ്പണിംഗിൽ വൻ ഫ്ലോപ്പായി. സെമി ഫൈനൽ വരെ ഇന്ത്യ കളിച്ച 7 മത്സരങ്ങളിൽ നിന്ന് മൊത്തം 100 റൺസ് പോലും നേടാൻ കോഹ്ലിക്ക് കഴിഞ്ഞില്ല. ലോകകപ്പിൽ ഇന്ത്യക്ക് ഒരു കളിയിൽ പോലും മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ട് നേടാനായില്ല എന്നതും എടുത്തു പറയണം. ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനലിൽ 9 റൺസിനാണ് കോഹ്ലി വീണത്. മികച്ച റെക്കോർഡുള്ള പൊസിഷനിൽ നിന്ന് ഓപ്പണിംഗിലേക്ക് കോഹ്ലിയെ മാറ്റിയ ടീമിന്റെ തീരുമാനം അമ്പേ പരാജയമായി എന്ന് ആരാധകരും പറയുന്നു. മികച്ച ബോളിംഗിലൂടെയാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെ കീഴടക്കിയത്. ഇന്ത്യ 20 ഓവറിൽ 7 വിക്കറ്റിന് 171 റൺസ് എടുത്തപ്പോൾ ഇംഗ്ലണ്ട് 16.4 ഓവറിൽ ഓൾ ഔട്ടായി. കനത്ത മഴ കാരണം ഔട്ട്ഫീൽഡിൽ വെള്ളം ഉണ്ടായിരുന്നതിനാൽ 1 മണിക്കൂറിലധികം വൈകിയാണ് കളി ആരംഭിച്ചത്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. എന്നാൽ 8 ഓവർ പൂർത്തിയായപ്പോൾ മോശം കാലാവസ്ഥ കാരണം കളി വീണ്ടും തടസ്സപ്പെട്ടു. എങ്കിലും 20 ഓവർ പൂർണ്ണമായും പന്തെറിയാനായി. 9 പന്ത് നേരിട്ട് 9 റൺസ് നേടിയ കോഹ്ലി പേസർ റീസ് ടോപ്ലെയുടെ പന്തിൽ ക്ലീൻ ബൗൾഡ് ആവുകയായിരുന്നു. ടൈമിംഗ് ഇല്ലാതെ കൂറ്റനടിക്ക് ശ്രമിച്ചപ്പോഴാണ് ലെഗ് സ്റ്റംപ് തെറിച്ചത്. ഗയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിൽ പുറത്തായ ശേഷം കോഹ്ലി കൂടുതൽ അസ്വസ്ഥനായി കാണപ്പെടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ചെറിയ സ്കോറിന് പുറത്തായ കോഹ്ലി സെമി ഫൈനൽ മാച്ചിൽ തിളങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇത്തവണയും നിരാശ തന്നെയായിരുന്നു ഫലം. ഇത് മുഴുവൻ കോഹ്ലിയുടെ മുഖത്ത് പ്രതിഫലിക്കുകയുമുണ്ടായി. മത്സരത്തിൽ കോഹ്ലി ശ്രദ്ധയോടെയാണ് ബാറ്റിംഗ് തുടങ്ങിയത്. ടോപ്ലെയുടെ പന്ത് കോഹ്ലി സിക്സർ പറത്തിയപ്പോൾ ഫോമിലേക്ക് ഉയരുമെന്ന് തോന്നിച്ചു. എന്നാൽ ടോപ്ലെയുടെ തന്നെ മികച്ച പന്തിൽ കോഹ്ലി പൂർണ്ണമായും പരാജയപ്പെടുകയായിരുന്നു. ലെഗ് സ്റ്റംപിന് മുകളിലാണ് പന്ത് പതിച്ചത്. RCBയിൽ കോഹ്ലിയുടെ സഹതാരം കൂടിയാണ് ടോപ്ലെ. പുറത്തായ ശേഷം കോഹ്ലി സ്വയം പഴിക്കുന്ന വിധത്തിൽ പിറുപിറുത്താണ് ഗ്രൗണ്ട് വിട്ടത്. 6 ഇന്നിംഗ്സുകളിൽ 4ലും കോഹ്ലിക്ക് 2 അക്കം തികയ്ക്കാനായിട്ടില്ല. ടോപ്ലെയെ സിക്സറിന് പറത്തിയതിന് പിന്നാലെ ഡബിൾ നേടിയ കോഹ്ലി അടുത്ത പന്തിൽ സിക്സറിന് ശ്രമിച്ചപ്പോഴാണ് പുറത്തായത്. T20 ലോകകപ്പ് സെമിയിൽ ആദ്യമായാണ് കോഹ്ലി 10 റൺസിൽ താഴെ പുറത്താകുന്നത്. ഡഗ്ഔട്ടിൽ അസ്വസ്ഥനായി കാണപ്പെട്ട കോഹ്ലിയെ സമീപിച്ച ഹെഡ് കോച്ചായ രാഹുൽ ദ്രാവിഡ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്ന വീഡിയോയും വൈറലായി. ഈ ലോകകപ്പിൽ 7 ഇന്നിംഗ്സുകളിലായി 10.71 ശരാശരിയിൽ 75 റൺസാണ് കോഹ്ലിയുടെ ആകെ സമ്പാദ്യം. T20 ലോകകപ്പ് സെമിയിലെ കോഹ്ലിയുടെ തുടർച്ചയായ മികച്ച പ്രകടനമെന്ന റെക്കോർഡും ടോപ്ലെ അവസാനിപ്പിക്കുകയായിരുന്നു. അയർലൻഡിനെതിരെയായിരുന്നു ലോകകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം. ആ കളിയിൽ 5 പന്തുകളിൽ നിന്ന് 1 റൺസ് എടുത്താണ് കോഹ്ലി പുറത്തായത്. പാകിസ്ഥാനെതിരെ 3 പന്തിൽ 4 റൺസ് എടുത്ത് പുറത്തായ കോഹ്ലി അമേരിക്കയ്ക്കെതിരെ ഗോൾഡൻ ഡക്കായി. സൂപ്പർ 8ലെ ആദ്യ കളിയിൽ അഫ്ഗാനിസ്ഥാനെതിരെ 24 പന്തുകളിൽ നിന്ന് 24 റൺസായിരുന്നു കോഹ്ലിയുടെ സമ്പാദ്യം. ബംഗ്ലാദേശിനെതിരെ 28 പന്തിൽ 37 റൺസാണ് കോഹ്ലി നേടിയത്. ഈ ലോകകപ്പിൽ കോഹ്ലിയുടെ ഏറ്റവും ഉയർന്ന സ്കോറും ഇത് തന്നെയാണ്. ഓസ്ട്രേലിയക്കെതിരായ കളിയിൽ 0-ന് പുറത്തായ കോഹ്ലി സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ വീണത് 9 പന്തുകളിൽ നിന്ന് 9 റൺസ് നേടിയാണ്. ഇത്തവണത്തെ IPLൽ RCBക്കെതിരായി ഓപ്പണിംഗിൽ കിടിലൻ പ്രകടനമായിരുന്നു കോഹ്ലിയുടേത്. ഇത് തന്നെയാണ് ഇന്ത്യൻ ടീമിന്റെ ഓപ്പണിംഗിലേക്കും അദ്ദേഹം എത്താൻ കാരണമായത്. എന്നാൽ കോഹ്ലിയെ ഓപ്പണിംഗിലേക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള ടീം മാനേജ്മെന്റിന്റെ തീരുമാനത്തിൽ പണി കിട്ടിയത് ഇടംകയ്യൻ ഓപ്പണറായ യശസ്വി ജയ്സ്വാളിന് കൂടിയാണ്. കോഹ്ലി ഓപ്പണറായതോടെ തന്റെ കന്നി T20 ലോകകപ്പിൽ എല്ലാ കളികളിലും ജയ്സ്വാളിന് പുറത്തിരിക്കേണ്ടി വന്നു. കൂടുതൽ ആക്രമണകാരിയായ ജയ്സ്വാൾ ഓപ്പണിംഗിൽ വരികയും കോഹ്ലി അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് പൊസിഷനായ 3ാം നമ്പറിലേക്ക് പോവുകയും ചെയ്തിരുന്നെങ്കിൽ ലോകകപ്പിൽ ഇത്തവണ ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്ത് ഇരട്ടിയാകുമായിരുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. T20 ലോകകപ്പിന്റെ പ്രഥമ പതിപ്പിൽ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇത് 3ാം തവണയാണ് കലാശപ്പോരിന് യോഗ്യത നേടുന്നത്. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് എതിരാളികൾ.